ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അടിപ്പാതയിൽ സ്ഥാപിച്ച പാർശ്വഭിത്തിയിലെ കൂറ്റൻ സ്ലാബ് സർവീസ് റോഡിലേക്ക് പതിച്ചു. ഈ സമയം റോഡിലൂടെ പോയ വാഹനയാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണത്തിനായി മണ്ണടിച്ചുയർത്തിയ ഭാഗത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് പാർശ്വഭിത്തികളിലൊന്നാണ് താഴേക്ക് വീണത്. ചാലക്കുടിയിലേക്കുള്ള ട്രാക്കിൽ മുരിങ്ങൂരിന് സമീപത്താണ് കോൺക്രീറ്റ് സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണത്. ചൊവ്വാഴ്ച രാവിലെ 11:00-ഓടെയായിരുന്നു സംഭവം. ചിറങ്ങരയിൽ ആഴ്ചകൾക്ക് മുൻപ് 3 തവണ പാർശ്വഭിത്തി സർവീസ് റോഡിലേക്ക് വീണിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. മണ്ണിട്ട് റോഡ് ഉയർത്തുമ്പോൾ സ്വീകരിക്കേണ്ടതായ ശാസ്ത്രീയ നിർമ്മാണ രീതികൾ ഇവിടെ ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പാർശ്വഭിത്തികൾ വീഴുമ്പോൾ ഉടൻ അത് സർവീസ് റോഡിൽ നിന്നും നീക്കം ചെയ്ത് വീണ്ടും ഘടിപ്പിക്കുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഇവിടെ പാർശ്വഭിത്തികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. ചിറങ്ങരയിൽ പ്രവൃത്തികൾ നടക്കുന്ന സമയത്താണ് 3-ലധികം തവണ പാർശ്വഭിത്തിയിലെ സ്ലാബ് വീണത്. എന്നാൽ മുരിങ്ങൂരിൽ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്ലാബാണ് പാർശ്വഭിത്തിയിൽ നിന്നും അടർന്നു വീണത്. സർവീസ് റോഡിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബ് ഒടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രികരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തില്ല. അപാകതകൾ പരിഹരിക്കേണ്ട MP, MLA എന്നിവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം.